മറ്റൊരു വിഷയമാണ് TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കം ചോർന്നതിൽ അന്വേഷണം. ശിക്ഷാ ഇളവ് പട്ടികയും കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണവും ചോർന്നതിലാണ് അന്വേഷണം. ജയിൽ വകുപ്പിലെ വീഴ്ച ജയിൽ ആസ്ഥാനത്തെ DIG അന്വേഷിക്കും. പോലീസിൽ നിന്നാണോ ചോർന്നതെന്ന് കണ്ണൂർ DIGയും അന്വേഷിക്കും. വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെയെന്ന് ഒരു മാസത്തിനകം കണ്ടെത്താനാണ് നിർദ്ദേശം. ശിക്ഷാ ഇളവ് നീക്കം വാർത്തയായതോടെ സർക്കാർ നടപടി തിരുത്തിയിരുന്നു. VB വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഇത് യഥാർത്ഥത്തിൽ സർക്കാർ ഇത്തരം ഒരു തിരുത്തൽ നടപടി സ്വീകരിച്ചിരുന്നു. നമ്മൾ വിചാരിച്ചത് ഈ ഇലക്ഷൻ്റെയൊക്കെ തിരിച്ചടിയെ തുടർന്ന് പല തിരുത്തലുകളും സർക്കാരും പാർട്ടിയും നടത്തുമെന്നൊക്കെ പറയുമ്പോൾ അത്തരം ഒരു തിരുത്തലിന്റെ ഭാഗമായിട്ടാണ് ഈ TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കം പിൻവലിച്ചതെന്നാണ്. പക്ഷേ ഇവിടെ അത് മാധ്യമങ്ങൾക്ക് മുൻപാകെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയതോടെ സർക്കാരിന് വലിയ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരുത്തലെന്ന് തന്നെയാണ് ഇപ്പോൾ നടത്തുന്ന ഈ നടപടികളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏത് രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഈ വിഷയത്തിൽ നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിനോദ്? ടോം, വളരെ വിചിത്രമായ ഒരു ഉത്തരവാണ് ആഭ്യന്തര വകുപ്പിൽ നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ഈ പട്ടിക എങ്ങനെയാണ് ഈ ശിക്ഷാ ഇളവ് ആവശ്യമുള്ളവരുടെ അങ്ങനെ തയ്യാറാക്കിയ പട്ടിക, അതോടൊപ്പം തന്നെ കണ്ണൂർ ജയിൽ സൂപ്രണ്ടിൻ്റെ ഈ ശിക്ഷാ ഇളവ് ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട്, ഇതൊക്കെ എങ്ങനെ പുറത്തു വന്നു, മാധ്യമങ്ങൾക്ക് കിട്ടി എന്ന കാര്യം പരിശോധിക്കാനാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. വളരെ വിചിത്രമായൊരു കാര്യമാണ്. സർക്കാരിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഈ TP വധക്കേസിലെ പ്രതികൾക്ക്, അതും ഈ ഗ്രേവ് ക്രൈം, അത്രയും വലിയ രാഷ്ട്രീയ കൊലപാതകം, ആ നിലയ്ക്ക് ശിക്ഷ അനുഭവിക്കുന്നവർക്ക് വഴിവിട്ട രീതിയിൽ അവർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നടപടികൾ ആ പട്ടികയിൽ അവരുടെ പേരുൾപ്പെട്ടു. തുടർന്ന് ഈ വിവരങ്ങൾ പുറത്തു വരികയും ജയിൽ സൂപ്രണ്ടിനെതിരെ തന്നെ നടപടി, അത് ജയിൽ സൂപ്രണ്ടും മറ്റ് ജയിൽ ഉദ്യോഗസ്ഥരായ 2 പേർ, ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി, ജയിൽ സൂപ്രണ്ടിൻ്റെ ചുമതലയുള്ള ജീവനക്കാരനടക്കമാണ് ഈ 3 പേരെ സസ്പെൻഡ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വളരെ വിചിത്രമായ ഒരു ഉത്തരവ് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതായത് എങ്ങനെയാണ് ഈ വിവരങ്ങൾ ചോർന്നത് എന്നത് സംബന്ധിച്ചാണ്. ഈ 2 തരത്തിലുള്ള അന്വേഷണം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഒന്ന്, ജയിൽ DIGയുടെ തന്നെ അന്വേഷണം, ജയിൽ വകുപ്പിൽ നിന്ന് ഇത് ചോർന്നതാണോ, ജയിൽ ആസ്ഥാനത്തെ DIGയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം. മറ്റൊന്ന് പോലീസിൻ്റെ അന്വേഷണമാണ്. അത് കണ്ണൂർ റേഞ്ച് DIGയാണ് ആ അന്വേഷണം നടത്തുക. അതായത് പോലീസിൻ്റെ ഭാഗത്തു നിന്നാണോ ഈ വിവരങ്ങൾ ചോർന്നതെന്നത് പരിശോധിക്കാനാണ് ആ നിലയ്ക്ക് പോലീസിൻ്റെ പരിശോധന. ഏതായിരുന്നാലും ഇതൊരു വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. മാധ്യമങ്ങൾക്ക് ഇതെങ്ങനെ കിട്ടി എന്നത് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിലേക്ക് ഈ കേസ്, ഈ TP കേസുമായി ബന്ധപ്പെട്ട ശിക്ഷാ ഇളവ്, ഇതിൻ്റെ വിവാദമുണ്ടാവുകയും സർക്കാർ അതിൽ പിന്നാക്കം പോവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ വളരെ വിചിത്രമായ ഒരു ഉത്തരവാണ് പുറത്തിറക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്, ഈ കാര്യമാണ് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായെന്ന് ബോധ്യമായാൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ ഈ വീഴ്ച വരുത്തിയവർക്കെതിരെ ഉണ്ടാകുമോ? ഈ പട്ടിക ചോർന്നതുമായി ബന്ധപ്പെട്ടൊരു നടപടിക്ക് സാധ്യതയുണ്ടോ? ടോം, ഒന്നാമത് നമുക്കിതിൽ പറയാനുള്ളത്, ഇതെന്തെങ്കിലും ഒരു വീഴ്ചയുടെ പ്രശ്നം ഇതിൽ വരുന്നില്ല. കാരണം സർക്കാർ അങ്ങനെ കാണുന്നു, ആഭ്യന്തര വകുപ്പ് അങ്ങനെ കാണുന്നു എന്നത് പറയുമ്പോൾ ഈ ആസാദിക്ക അമൃത് അങ്ങനെ ഈ 75 വർഷം രാജ്യത്തിൻ്റെ സ്വതന്ത്രമായി ഉള്ള അതിൻ്റെ ഭാഗമായി നൽകുന്ന ശിക്ഷാ ഇളവ്, അങ്ങനെ വരുമ്പോൾ അതിൽ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾ ആരാണ് എന്ന് അറിയാനുള്ള അവകാശമുണ്ട് പൊതുസമൂഹത്തിന്. അത് തിരിച്ചറിയാനുള്ള അവകാശം, അത് ആരൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, സ്വാഭാവികമായും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ്. ഇത്തരം കേസുകളിലെ പ്രതികളുണ്ടോ, അല്ലെങ്കിൽ സ്ത്രീകളോടൊക്കെ വലിയ അതിക്രമം കാണിച്ച, കുട്ടികളോട് വലിയ അതിക്രമം കാണിച്ച, പോക്സോ കേസിലൊക്കെ ഉൾപ്പെട്ട പ്രതികൾ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നവർ, അവർ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പൊതുസമൂഹം അറിയേണ്ടതാണ്. ഇങ്ങനെ ഒരു പട്ടിക പുറത്തു വരുന്നതിൽ അതിൻ്റെ സുതാര്യത നിലനിർത്തേണ്ടത് സർക്കാരിൻ്റെ കൂടി ആവശ്യമാണ്. എന്നാൽ വളരെ വിചിത്രമെന്ന് പറയട്ടെ, അങ്ങനെ ഒരു നിലയിലേക്ക് പോകാതെ ഈ പട്ടിക പുറത്തു വന്നപ്പോൾ അത് എങ്ങനെ പുറത്തു വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അതിൽ 2 തരത്തിലുള്ള അന്വേഷണം. ഒന്ന്, ജയിൽ വകുപ്പിൽ നിന്ന് ഈ വിവരങ്ങൾ പുറത്തു വന്നോ, അല്ലെങ്കിൽ ഈ പേര് എങ്ങനെയാണ് പുറത്തു വന്നത്, അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ജയിൽ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം. അത് ജയിൽ DIGയാണ്, പോലീസ് ആസ്ഥാനം കേന്ദ്രീകരിച്ചുള്ള ജയിൽ ആസ്ഥാനം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. മറ്റൊന്ന് കണ്ണൂർ DIGയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ്. എങ്ങനെയാണ് ഈ പട്ടിക പോലീസിൻ്റെ ഭാഗത്തു നിന്ന്
വന്നതാണോ എന്ന്. ഇതിൻ്റെ നടപടി നമ്മൾ നോക്കുമ്പോൾ കണ്ണൂർ ജയിൽ സൂപ്രണ്ട് കമ്മീഷണർക്കാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുന്നത്. ഇത്തരം ആളുകളെ പുറത്തേക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കൂടി റിപ്പോർട്ട് തേടേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ ജയിലിൻ്റെ ചുമതല ഉണ്ടായിരുന്ന സൂപ്രണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുന്നതും അത് സംബന്ധിച്ച വിവരങ്ങൾ ഇവരുടെ പേരുൾപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നതും. പിന്നീട് കണ്ണൂർ ജയിൽ സൂപ്രണ്ടിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ തന്നെ അദ്ദേഹം സർക്കാരിന് നൽകിയ വിശദീകരണത്തിൽ പറയുന്നത് 2022 സർക്കാർ കൊണ്ടുവന്ന ഉത്തരവ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇവർക്ക് ഇളവ് എന്ന നിലയ്ക്ക് നടപടികളുമായി മുന്നോട്ട് പോയതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം വന്നത്. പക്ഷേ അത് പൂർണ്ണമായി ആഭ്യന്തര വകുപ്പ് തള്ളിക്കളഞ്ഞു. മാത്രമല്ല ഹൈക്കോടതി വിധി അത് നടപ്പാക്കുന്നതിൽ അത് പാലിക്കുന്നതിൽ സൂപ്രണ്ടിന് വീഴ്ച വന്നു എന്നതിൻ്റെ കൂടി കണ്ടെത്തലിനാണ് ജയിൽ വകുപ്പിലെ 3 ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ തന്നെ സൂപ്രണ്ട് അന്ന് ഇത് വലിയ വിവാദമായ സമയത്ത് തന്നെയാണ് സൂപ്രണ്ട് പറഞ്ഞത് ഇത് സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള നടപടികളുമായാണ് താൻ മുന്നോട്ട് പോയത്, തൻ്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്നത്. അങ്ങനെ ഒരു ഉത്തരവുണ്ട് എന്ന കാര്യം ഇതുവരെ അല്ലെങ്കിൽ ഇല്ല എന്ന കാര്യമോ സർക്കാർ എതിർക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാദം സർക്കാർ ഉന്നയിക്കുന്നില്ല. പക്ഷേ മറിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയുമായി ഈ ശിക്ഷണ നടപടിയുമായി ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോയത്. ഇപ്പോൾ വളരെ വിചിത്രമായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പട്ടിക പുറത്തു വന്നത്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത്, അതിൽ അന്വേഷണം വേണം. 1 മാസത്തിനുള്ളിൽ ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഉത്തരവിലൂടെ പറയുന്നത്. ടോം. വിനോദ്, അതായത് നേരത്തെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരമൊരു നീക്കം, ഈ ശിക്ഷാ ഇളവ് നടപടിയുമായി മുന്നോട്ട് പോയ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് അവരെ ബലിയാടാക്കുന്ന നടപടിയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഈ വീഴ്ച വരുത്തിയെന്ന് സർക്കാർ തന്നെ തുറന്ന് സംബന്ധിച്ച് നടപടി സ്വീകരിച്ച അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരമൊരു നീക്കം, ഇപ്പോഴത്തെ ഒരു പുതിയ നീക്കം, വിചിത്രമായിട്ടുള്ള നീക്കം ഉണ്ടായിരിക്കുന്നത്? ഇത് നിയമസഭയിൽ തന്നെ വലിയ തോതിൽ ചർച്ചയായതാണ്. അടിയന്തര പ്രമേയമായി സഭയിൽ കൊണ്ടുവരികയും അത് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാതിരിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമാണ്. വലിയ വിവാദമായി ഈ ഉയർന്നു വന്ന ഒരു വിഷയമാണ്. സഭയ്ക്കകത്തും പുറത്തുമൊക്കെ വലിയ വിവാദമായി ഉയർന്നു വന്ന വിഷയമാണ്. ഇത് സർക്കാർ സഭ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇതിൽ നടപടി സ്വീകരിച്ചു. അതായത് ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി വിവാദം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഇങ്ങനെയുള്ള കുറ്റവാളികൾക്ക്, ശിക്ഷ അനുഭവിക്കുന്നവർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കമുണ്ടായത്. അത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ CPM നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഉള്ള ഒരു നീക്കമാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. പ്രതിപക്ഷ നേതാവും KK രമയും അടക്കമുള്ളവർ വളരെ പ്രകടമായി തന്നെ സഭയ്ക്കകത്തും പുറത്തും ഒരു പ്രതിഷേധത്തിൻ്റെ രൂപമായി തന്നെ ഇത് ഉയർത്തിക്കൊണ്ടുവരികയും CPMൻ്റെ നേതൃത്വം, ഉന്നത നേതാക്കൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഈ ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനത്തിന് പിന്നിലുണ്ടായതെന്ന ശക്തമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. വലിയ തോതിൽ രാഷ്ട്രീയ കേരളം ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. സഭ ചേരുന്നതിന് തൊട്ട് മുൻപാണ് ആ നടപടി, അല്ലെങ്കിൽ ആ ജീവനക്കാർക്കെതിരെയുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു നീക്കമുണ്ടായത്. അത് തണുപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആ നീക്കത്തിലൂടെ സർക്കാർ ഉദ്ദേശിച്ചതും. പക്ഷേ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. എന്ത് താല്പര്യമാണ് ഇതിന് പിന്നിൽ എന്നതാണ് ഇനി സർക്കാർ വ്യക്തമാക്കേണ്ടത്. അതിൽ കൃത്യമായി ഈ പേരുകൾ എങ്ങനെ, ഈ പട്ടിക ഉള്ള പേരുകൾ ഇത് എങ്ങനെ പുറത്തു വന്നു എന്നതാണ് അന്വേഷിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുമായി ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന നടപടിക്രമങ്ങൾ, ഈ നടപടിക്രമങ്ങൾ ആരാണ് ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകിയത് എന്ന കാര്യം അന്വേഷിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിൻ്റെ ആ നടപടികൾ അത് 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ടായി നൽകണം എന്നതാണ് ഈ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത്. 2 തരത്തിലുള്ള അന്വേഷണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജയിൽ വകുപ്പിൻ്റെ അന്വേഷണം, അത് ജയിൽ ആസ്ഥാനത്ത് നിന്ന് DIG നടത്തും. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ അന്വേഷണം കണ്ണൂർ റേഞ്ച് DIG ആണ് ആ അന്വേഷണം നടത്തുക. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവ്. ടോം. വ്യക്തമാണ്. BV വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.